നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സാഹചര്യം. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഒരു 10 മിനിറ്റ് ഇവിടെ നിന്നിട്ട് ഈ ബൈക്കുമേക്കൊക്കെ നോക്കി. ഇപ്പൊ നമ്മൾ വന്ന് പരിശോധന കാണാൻ ബൈക്ക് നിർത്തി വന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ ചെന്നിട്ട് ഇങ്ങനെ ബൈക്കുമേക്കൊക്കെ നോക്കി ആ സീറ്റിന്റെ എത്ര പൊടി ഉണ്ടാവും, ആ സാധനങ്ങൾ ഇതിലൊക്കെ ഉണ്ടാവും. ഈ വെച്ച സാധനത്തിലും ഇവിടുത്തെ ഗ്ലാസ്സിലും ഇവിടുത്തെ പാത്രത്തിലും ഒക്കെ ഉണ്ടാവും. നമ്മളെ വീട്ടിലെ മുറ്റത്ത് ഇതുമാതിരി മേശയും വെച്ച ഭക്ഷണം എത്ര നേരം വെച്ച് നമ്മൾ കഴിക്കും? നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് ഒരു മേശ കെട്ടുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ നമ്മളെ പെണ്ണന്മാരൊക്കെ ഭക്ഷണമൊക്കെ അവിടെ നിരത്തി മേശയും പുറത്ത് തുറന്നു വെച്ച മേശയും ഉണ്ടെങ്കിൽ എത്ര ആളിതിൽ കഴിക്കും? അത്രതന്നെ ഉള്ളൂ ഞങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ അവനാന്റെ തടിയും കാര്യങ്ങളും അവനെ നോക്കുക. ഞങ്ങൾ പരമാവധി ഞങ്ങളും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. വണ്ടൂർ പഞ്ചായത്തിൽ ഇത്തരം പാനീയങ്ങൾ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന്റെ ബോട്ടിൽ കിട്ടും, സോഡയുടെ ബോട്ടിൽ കിട്ടും, നാരങ്ങ സോഡ കിട്ടും, മോരും വെള്ളം കിട്ടും. അതിലപ്പുറം മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു വെള്ളവും നിങ്ങൾക്ക് നൽകാൻ പാടില്ല. അത് കൊടുക്കുന്നത് കുറ്റകരമാണ്. പഞ്ചായത്ത് നിരോധിച്ചതാണ്. നിരോധിച്ച കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളിപ്പോ നിങ്ങളെ ആ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നാട്ടുകാർ കച്ചവടക്കാർ കേട്ടോ.